Hey guys, welcome back to our channel. പോസിറ്റീവ് ഡേ സ്റ്റാർട്ട്സ് വിത്ത് പോസിറ്റീവ് തോട്ട്സ് എന്ന് പറയാറില്ലേ? അങ്ങനെ നമ്മൾ നമ്മുടെ ഡേനെ ഒരു പോസിറ്റീവ് തോട്ട്സ് കൊണ്ട് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുന്നു. ഈ അൺഹെൽത്തി ഫുഡ് ഹാബിറ്റ്സ് ഒക്കെ ആയിട്ട് സ്റ്റൊമക്ക് ഇൻഫെക്ഷനൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാനും വിഷയനെ ഇങ്ങനെ ഇനി എന്തായാലും ഹെൽത്തി ഹാബിറ്റ്സിലോട്ടൊക്കെ എടുക്കാമെന്നൊക്കെ സംസാരിച്ചു. പിന്നെ കുറച്ച് ബെല്ലി ഫാറ്റൊക്കെ കുറക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ചെറുതായിട്ടൊരു ഡയറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഉണ്ടല്ലോ, നല്ല പനി പിടിച്ച് നിൽക്കുന്ന ടൈമാണ്. എൻ്റെ വോയിസൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ രാവിലെ എണീറ്റപ്പോൾ തന്നെ ഞാൻ ചിയാ സീഡ് വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു 10 to 15 മിനിറ്റ്സ് സോക്ക് ചെയ്താൽ മതി. രാത്രി തന്നെ സോക്ക് ചെയ്യണമെന്നൊന്നുമില്ല. നമ്മൾ രാവിലെ എണീറ്റപ്പോൾ തന്നെ സോക്ക് ചെയ്യാൻ വയ്ക്കും. പിന്നെ നമ്മുടെ മോർണിംഗ് റുട്ടീനൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇത് കുടിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. ചിയാ സീഡിൻ്റെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഹാർട്ട് ഹെൽത്തിനും സ്കിൻ ഹെൽത്തിനൊക്കെ നല്ലതാണ്. പിന്നെ ഉണ്ടല്ലോ, കുറേ നേരം വയറ് ഫുള്ളായിരിക്കുന്ന പോലെ ഫീലാകും. അതുകൊണ്ട് ഇത് രാവിലെ ഞാൻ എന്ത് ചെയ്തു, എംപ്റ്റി സ്റ്റൊമക്കിൽ കുടിച്ചു. നമ്മൾ രണ്ടാളും കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതിനൊരു പ്രത്യേകിച്ചിട്ട് ടേസ്റ്റൊന്നുമില്ല. അതുകൊണ്ട് കുടിക്കാൻ പ്രശ്നമൊന്നുമില്ല, കുടിക്കാം നമുക്ക്. പിന്നെ ഉണ്ടല്ലോ, ദോശ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ബ്രേക്ക്ഫാസ്റ്റിന്. പക്ഷേ നമ്മൾ ദോശ കഴിച്ചിട്ടില്ലായിരുന്നു. ഇവിടെ വീട്ടിലെല്ലാവർക്കും ദോശയായിരുന്നു. പിന്നെ എഗ്ഗ് ബോയിൽ ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. എന്താ വെച്ച് കഴിഞ്ഞാൽ മുഷീൻ ഓൾറെഡി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നു, എഗ്ഗൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ കുറച്ച് എണീക്കുമ്പോൾ ലേറ്റായി. അതുകൊണ്ട് ഞാൻ എഗ്ഗ് ബോയിൽ ചെയ്യാൻ വെച്ചു. പിന്നെ ഗ്രീൻ ടീ ഇട്ടിട്ടുണ്ടായിരുന്നു. എഗ്ഗും ഗ്രീൻ ടീ ആയിരുന്നു നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇന്നത്തേത്. പിന്നെ ഉണ്ടല്ലോ, നിങ്ങളിങ്ങനെ ചോദിക്കരുത് ഇങ്ങനെയാണോ ഡയറ്റ് ചെയ്യുന്നതെന്നൊക്കെ. ഡയറ്റീഷ്യനോ ന്യൂട്രീഷ്യനിസ്റ്റോ ഒന്നുമല്ല നമ്മൾ. അതുകൊണ്ട് നമ്മളിങ്ങനെയാണ് ഡയറ്റ് ചെയ്യുന്നത്, നിങ്ങൾ ഇതാണോ ഡയറ്റ്, ഇതാണോ പ്രോപ്പർ വേ എന്നൊന്നും ചോദിക്കരുത് കേട്ടോ. നമ്മുടേതായ രീതിക്കാണ് ചെയ്യുന്നത് ഇത്. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡയറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പട്ടിണി കിടക്കാമെന്നൊന്നും അല്ലല്ലോ. നമുക്കിഷ്ടപ്പെട്ടത് ഒരളവിൽ കഴിക്കുക എന്നുള്ളതല്ലേ. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിയുമ്പോൾ മീൻ വന്നിട്ടുണ്ടായിരുന്നു വീട്ടിൽ. അതുകൊണ്ട് മീൻ മേടിക്കാൻ പോയിരുന്നു. ഇങ്ങനെ എല്ലാ മീനും നോക്കിയിട്ട് മീനൊക്കെ വാങ്ങി. നല്ല പ്രോൺസ് ഉണ്ടായിരുന്നു. പിന്നെ മത്തി, ഫിഷിൻ്റെ പേരൊന്നും കറക്റ്റ് എനിക്കറിയില്ല. ഈ പ്രോൺസ്, മത്തി ഇതൊക്കെ അറിയാം. അങ്ങനെ മീനൊക്കെ മേടിച്ചു. മീനൊക്കെ മേടിച്ചതിന് ശേഷം മീനൊക്കെ നല്ലോണം വൃത്തിയാക്കിയിട്ട് കറി വയ്ക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓയിലൊന്ന് ചേർത്തിട്ട് ഫ്രൈ ചെയ്ത് വെക്കല്ലേ എന്ന്. നമ്മൾ ഓൾറെഡി ഡയറ്റ് പ്ലാൻ ചെയ്തിട്ടില്ലേ, അതുകൊണ്ട്. പിന്നെ ഉണ്ടല്ലോ, നമ്മൾ വെള്ളം നല്ലോണം കുടിക്കും. പക്ഷേ അത്രയ്ക്ക് വെള്ളം കുടിക്കുന്ന ഒരാളല്ല, ബട്ട് ഞാൻ നല്ലോണം വെള്ളം കുടിക്കുന്ന ആളാണ്. രാവിലെ തന്നെ ബോട്ടിലിൽ വെള്ളമാക്കി വെക്കും. അത് പിന്നെ ഫുൾ ഡേ എടുത്ത് കുടിച്ചുകൊണ്ടേയിരിക്കും. ഇപ്പോൾ നമ്മൾ വെള്ളം ബോട്ടിൽ നിറച്ച് വെച്ചില്ലെങ്കിലുണ്ടല്ലോ കുടിക്കാനുള്ള മൂടേ ഉണ്ടാവാറില്ല. പക്ഷെ വെള്ളം നിറച്ച് വെക്കുകയാണെങ്കിൽ അത് കാണുമ്പോൾ കുടിച്ചു പോവും. അതുകൊണ്ട് ഇതൊരു ശീലം എനിക്ക് എപ്പോഴും ഉള്ളതാണ്, രാവിലെ എണീറ്റ് ബോട്ടിലിൽ വെള്ളം നിറച്ച് വെക്കുക എന്നുള്ളത്. പിന്നെ സ്വീറ്റ് ഒഴിവാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. സ്വീറ്റിനോട് എനിക്ക് കൂടുതൽ താല്പര്യമില്ല. പക്ഷേ ബുഷേന സ്വീറ്റ് ലവറാണ്. ചോക്ലേറ്റ്സൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അവൾക്ക്. എനിക്ക് കൂടുതലും ഇഷ്ടം ഫ്രൈഡ് ഐറ്റംസിനോടാണ്. അങ്ങനെ ഇതൊക്കെ ഒഴിവാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. കംപ്ലീറ്റ്ലി അല്ല, എന്നാലും ഒരു 80% ഒക്കെ ഒഴിവാക്കാനുള്ള പ്ലാനാണ്. പിന്നെ എന്തെങ്കിലും ഫുഡ് കാർബോഹൈഡ്രേറ്റ്സ് കുറച്ചിട്ട്, ചോറൊക്കെ കുറച്ചിട്ട് ഈ വെജിറ്റബിൾസും സാലഡ്സും ഇതൊക്കെ കൂടുതൽ കഴിക്കുക എന്നുള്ളൊരു പ്ലാനാണ് നമ്മുടേത്. നമ്മൾ ഇന്ന് മുരിങ്ങയില കറി വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇവിടെ തന്നെ മുരിങ്ങയിലയുടെ ഒരു മരമുണ്ട്. അതിന്ന് മുരിങ്ങയില എടുക്കാൻ വേണ്ടിയിട്ട് പോയതാണ്. മുരിങ്ങയില എടുക്കുന്ന ടൈമിലുണ്ടല്ലോ ആ മരം തന്നെ വീണു. പിന്നെ അതുകൊണ്ട്
പിന്നെ ഈസിയായി. അതിൻ്റെ തുമ്പത്തായിരുന്നു ഈ ഇലയൊക്കെ, അതൊക്കെ എടുത്തു നമ്മൾ. എന്നിട്ട് വീട്ടിൽ വന്നിട്ട് നല്ലോണം കഴുകി. മുരിങ്ങയിലയിലൊക്കെ ഉണ്ടല്ലോ കൂടുതൽ പുഴു അതുപോലത്തെ സംഭവങ്ങൾ കൂടുതലുണ്ടാവും. അതുകൊണ്ട് ഫസ്റ്റ് അതെല്ലാം ക്ലീൻ ചെയ്തിട്ട് നന്നായിട്ട് 2-3 തവണ വാഷ് ചെയ്തെടുക്കും. ഈ ഇലക്കറിയുടെ മെയിൻ പ്രോബ്ലം എന്നതാണ് ഇതിനുണ്ടല്ലോ വൃത്തിയാക്കിയെടുക്കാൻ കുറേ ടൈം എടുക്കും. മുരിങ്ങയില കഴിക്കാൻ അത്രയ്ക്ക് ടേസ്റ്റൊന്നുമില്ല, പക്ഷേ ഹെൽത്ത് ബെനിഫിറ്റ്സ് അത്രയ്ക്കുള്ളതുകൊണ്ടാണ് നമ്മളിന്ന് മുരിങ്ങയില ചൂസ് ചെയ്തത്. നോർമലി മുരിങ്ങയില ഉണ്ടെങ്കിലും നമ്മൾ കഴിക്കാറില്ല. ഇലക്കറിയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്തൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മുരിങ്ങയില തന്നെയാണ്. അങ്ങനെ കുറേ ടൈം എടുത്ത് ഇത് വൃത്തിയാക്കി. ഒരു 10-11 മണിയാകുമ്പോൾ ഉണ്ടല്ലോ ഈ കസ്റ്റർഡ് ആപ്പിൾ കഴിച്ചിട്ടുണ്ടായിരുന്നു. ഈ 10-11 മണിയാകുമ്പോൾ എന്തെങ്കിലും സീസണൽ ഫ്രൂട്ട് കഴിക്കുക, അതെന്നെ വേണം അങ്ങനെയൊന്നുമല്ല. നമ്മളിന്ന് കസ്റ്റർഡ് ആപ്പിളാണ് കഴിച്ചത്. പിന്നെ മുരിങ്ങയില കറി വെച്ചു. കൂടുതൽ ഓയിലൊന്നും ചേർക്കുന്നില്ല. ഈ കറിയൊക്കെ ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാമല്ലോ. നമ്മൾ നമ്മളുടേതായ രീതിക്ക് കറി ഉണ്ടാക്കുകയാണ്. മുരിങ്ങയില ഇട്ട് കൊടുക്കുമ്പോഴല്ലോ എന്തോരം ഉണ്ടാവും, പക്ഷെ അത് കുക്കായി വരുമ്പോൾ കുറച്ചേ ഉണ്ടാകത്തുള്ളൂ. അത് പിന്നെ ഞാൻ വെള്ളമൊന്നും തെളിച്ച് കൊടുത്തിട്ടില്ല. ജസ്റ്റ് ഓനിയൻ, ടൊമാറ്റോ, മുരിങ്ങയിലെല്ലാം ഇട്ടിട്ട് ഉപ്പും ചേർത്തിട്ട് മൂടി വെച്ചതാണ്. അത് കുറച്ച് കഴിയുമ്പോൾ അത് കുക്കായിക്കോളും. വെള്ളത്തിൻ്റെ ആവശ്യമൊന്നും വന്നിട്ടില്ല. നന്നായി കഴുകിയതിലൊക്കെ വെള്ളം ഉണ്ടാവും. പിന്നെ ഉണ്ടല്ലോ ഇതൊക്കെ കുക്കായതിന് ശേഷം ഞാൻ കുറച്ച് കുക്കായിക്കൊണ്ട് വരുന്ന ടൈമിലുണ്ടല്ലോ കുറച്ച് റെഡ് ചില്ലി പേസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് തേങ്ങ ഇട്ടു. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു. അത്രയേ ഉള്ളൂ. ഞാനിവിടെ മുരിങ്ങയില കറി വെക്കുന്ന ഇടയ്ക്കുണ്ടല്ലോ മുഷേന പ്രോൺസ് കറി വെക്കുന്നുണ്ടായിരുന്നു. അവൾക്ക് നോർമലി ഫിഷ് ഇഷ്ടമല്ല കേട്ടോ. ഏത് ഫിഷായാലും അവൾ കഴിക്കൂല. ഏതോ ഒരു 2-3 ഫിഷ് കഴിക്കുമെന്ന് തോന്നുന്നുണ്ട് ഫ്രൈഡായിട്ട്. വേറൊരു ഫിഷും അവൾ കഴിക്കാറില്ല. പക്ഷെ പ്രോൺസ് കഴിക്കും. അവൾക്ക് തീരെ ഫിഷിനോട് താല്പര്യമില്ലാത്ത ഒരാളാണ്. പ്രോൺസ് ഇഷ്ടമാണെന്ന് പറയുന്നുണ്ട്. ഇതിലൊന്നും കൂടുതൽ ഓയിൽ ചേർത്തിട്ടില്ല, എല്ലാത്തിനും കുറച്ച് ഓയിലേ ചേർത്തിട്ടുള്ളൂ. നമ്മൾ മാക്സിമം ഓയിൽ അവോയ്ഡ് ചെയ്യാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. ഈ ഗ്രേവി ഉണ്ടല്ലോ തളിച്ച് വരുന്ന ടൈമിൽ പ്രോൺസ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ പ്രോൺസ് കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പ്രോൺസ് നോർമലി എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു സംഭവമല്ലേ, പക്ഷേ ഇത് ക്ലീനാക്കി എടുക്കാനല്ല കുറച്ച് ടൈം എടുക്കുന്നത്. അതിൻ്റെ ആ തൊല്ലൊക്കെ കളഞ്ഞെടുക്കാൻ ഭയങ്കര ലേറ്റ് ആവുമല്ലേ. വേറെ ഫിഷിനെ കമ്പയർ ചെയ്യുമ്പോൾ പ്രോൺസ് വൃത്തിയാക്കാൻ ടൈം എടുക്കും. നമ്മളുണ്ടല്ലോ ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ വീഡിയോയിലൊന്നും ആഡ് ചെയ്തിട്ടില്ല, പക്ഷേ ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കുന്നുണ്ട്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലഞ്ച് കഴിക്കുന്നതിന് 1 hour മുമ്പ് നമ്മൾ വെള്ളം കുടിച്ചിട്ടുണ്ടായിരുന്നു. ആഫ്റ്റർ ലഞ്ച് 1 hour കഴിഞ്ഞിട്ട് വെള്ളം കുടിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഫുഡ് കഴിക്കുന്ന ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കരുത് കേട്ടോ. അങ്ങനെ ലഞ്ചിന് മുരിങ്ങയില കുറേ എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ദാൽ, പിന്നെ പ്രോൺസ്, പിന്നെ വേറൊരു ഫിഷ് എടുത്തിട്ടുണ്ട്. റൈസ് കുറച്ചാണ് എടുത്തത്, ബാക്കിയുള്ളതൊക്കെ കൂടുതൽ എടുത്തിട്ടുണ്ട്. റൈസ് കുറക്കുക, ഈ പച്ചക്കറി ഇതൊക്കെ കൂടുതൽ ഉൾപ്പെടുത്തണം, അങ്ങനെ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഉണ്ടല്ലോ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം കുറച്ച് നേരം ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. ഈവനിങ് ഗ്രീൻ ടീയും ഒരു 5 ആൽമണ്ട്സ് കഴിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് ഈവനിങ് ജസ്റ്റ് വാക്കിങ്ങിന് പോയതാണ്. രാവിലെ ഒരു 20 minutes വർക്കൗട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ. ഈവനിങ്ങും ജസ്റ്റ് വാക്കിന് പോയി നമ്മൾ 3 ആളും.
ഈ വാക്കിങ്ങിന് പോകുന്നത് എനിക്ക് നല്ല ഇഷ്ടമാണ്, ഇവൾക്കും നല്ല ഇഷ്ടമാണ്. പക്ഷേ എക്സസൈസ് ഉണ്ടല്ലോ അത് ഭയങ്കര മടിയാണ്. വാക്കിങ്ങിന് പോകുമ്പോൾ ഔട്ട് സൈഡ് പോകുന്നില്ലേ, അപ്പോൾ പുറത്തൊക്കെ പോകുമ്പോൾ നല്ല രസമാണ്. ബേബിക്ക് നല്ല ഇൻട്രസ്റ്റാണ്. വാക്കിങ്ങിന് പോവാന്ന് പറഞ്ഞാൽ മതി, അപ്പം തന്നെ റെഡി ആയിക്കോളും. കഴിഞ്ഞ് വന്നിട്ട് കുളിച്ചൊക്കെ കഴിഞ്ഞതിന് ശേഷം ഉണ്ടല്ലോ നമ്മളൊരു സാലഡ് പ്രിപ്പയർ ചെയ്യാണ്. ക്യാരറ്റ് ക്യൂക്കമ്പറൊക്കെ വെച്ചിട്ടാണ്. ഫസ്റ്റ് ഉണ്ടല്ലോ ചോപ്പിംഗ് ബോർഡിലിട്ടിട്ട് ക്യാരറ്റൊക്കെ കട്ട് ചെയ്തു. പിന്നെ ഞാൻ മനസ്സിലായി ഇതിനേക്കാളും എന്തുകൊണ്ടും ഈ ചോപ്പറാണ് ബെറ്റർ എന്ന്. നോർമലി ചോപ്പറിലാണ് നമ്മൾ ചോപ്പ് ചെയ്യാറ്, പക്ഷേ ഇന്ന് ഇതിൽ കട്ട് ചെയ്തു. പക്ഷേ ഇത് ഭയങ്കര ബുദ്ധിമുട്ടാണ്, ചെറുതാക്കി അറിയാനൊക്കെ നല്ല ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ചോപ്പറിലിടാണെങ്കിൽ പെട്ടെന്ന് ഇതൊക്കെ ചെറുതായിട്ട് അരിഞ്ഞ് കിട്ടിക്കോളും. ചോപ്പറിലിട്ട് നന്നായിട്ട് ചെറുതാക്കി മുറിച്ചെടുത്തു. ബേബിക്ക് ക്യാരറ്റ് നല്ല ഇഷ്ടമാണ്. കട്ട് ചെയ്തതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് ഈ ക്യാരറ്റ് എടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഉണ്ടല്ലോ ചോപ്പറിലിട്ടിട്ട് ചോപ്പ് ചെയ്യുന്ന ടൈമിൽ ഞാനും കൂടെ ചോപ്പ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് എന്നെ അത് ആ ചോപ്പറിനെ പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. പിന്നെ ചുമ്മാ ജസ്റ്റ് ഇങ്ങനെ ചോപ്പറിൽ ചോപ്പ് ചെയ്യുന്ന പോലൊക്കെ ആക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു ബേബിക്ക്. അതിലേക്കുണ്ടല്ലോ ടൊമാറ്റോ അതൊന്നും ഞാൻ ആഡ് ചെയ്യുന്നില്ല. ഇതൊക്കെ ചെറുതായിട്ട് വെജിറ്റബിൾ കട്ട് ചെയ്യുക. പിന്നെ ഉണ്ടല്ലോ കുക്ക് ചെയ്ത കോൺ ചേർക്കുക. കോൺ കുക്ക് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ വെള്ളത്തിലിട്ട് കുക്ക് ചെയ്യാണ്ട് ജസ്റ്റ് സ്റ്റീം ചെയ്തെടുക്കാൻ നോക്കുക. എനിക്കതാണ് ബെറ്ററായിട്ട് തോന്നിയത്. സ്റ്റീമറിലിട്ടിട്ട് ജസ്റ്റ് സ്റ്റീം ഒരു 15 മിനിറ്റ്സ് ഒക്കെ സ്റ്റീം ചെയ്തെടുക്കുകയാണെങ്കിൽ ബെറ്റർ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാനെപ്പോഴും അങ്ങനെയാണ് ചെയ്യാറ്. പിന്നെ കുറച്ച് ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ പെപ്പർ, ലെമനും ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ലെമൺ സ്ക്വീസ് ചെയ്തിട്ടുണ്ട്, പക്ഷേ അത് വീഡിയോയിൽ എടുക്കാൻ വിട്ടുപോയി. ചിലവർ ചാറ്റ് മസാല ഒക്കെ ചേർക്കാറുണ്ട്, ഞാൻ ചേർക്കുന്നില്ല അതൊന്നും. നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിക്കുക, നല്ല ടേസ്റ്റാണ്. ഒരു സ്വീറ്റും സ്പൈസിയും പുളിയൊക്കെ ടേസ്റ്റായിട്ട് നല്ല ടേസ്റ്റാണ്. കഴിക്കുമ്പോൾ കഴിക്കാതെ കഴിക്കാതെ തോന്നുന്ന ഒരു ഫീലാണ്. ചെറിയ കുട്ടികൾ പോലും ഇഷ്ടപ്പെട്ട് കഴിക്കുന്ന ഒരു സാലഡാണിത്. രാത്രി വേഗം തന്നെ ഒരു 7 o'clock നമ്മൾ ഡിന്നർ കഴിച്ചിട്ടുണ്ടായിരുന്നു. 7-7:30 അടുക്കാണ് ഡിന്നർ കഴിക്കുന്നത്. രാത്രിക്കത്തെ ഡിന്നർ എന്തായാലും പെട്ടെന്ന് കഴിക്കാൻ നോക്കണം. ഈ വെയിറ്റ് ലോസ് ആക്കാൻ ഇഷ്ടമുള്ള ആൾക്കാരൊക്കെ അങ്ങനെ ചെയ്യണം. വെയിറ്റ് ലോസ് അല്ലെങ്കിലും കിടക്കുന്ന ടൈമിൽ ഫുഡ് കഴിച്ചിട്ട് കിടക്കുന്നത് അത്രയ്ക്ക് നല്ലതല്ല. ഒരു 7-7:30 കൂടിപ്പോയാൽ ഒരു 8:30 എന്തായാലും നമ്മൾ നമ്മുടെ നൈറ്റത്തെ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരിക്കണം. അതാണ്. അങ്ങനെ നൈറ്റത്തെ ഫുഡും കഴിച്ചു. ഡയറ്റ് എന്ന് പറഞ്ഞാൽ പട്ടണ കിടക്കാമല്ലോ, അതുകൊണ്ട് ഇഷ്ടപ്പെട്ട എന്താണെങ്കിലും കുറച്ചൊക്കെ കഴിക്കുക. ഇപ്പം കഴിക്കാണ്ടിരിക്കുമ്പോൾ നമുക്ക് ഭയങ്കര മടുപ്പ് തോന്നും. അതുകൊണ്ട് ആ ഫ്രൂട്ട് നല്ലതല്ല, ഈ ഫ്രൂട്ട് നല്ലതല്ല അങ്ങനെയൊന്നും ഞാൻ പറയാറില്ല. ഫ്രൂട്ട്സൊക്കെ കഴിക്കാറുണ്ട്. സ്വീറ്റും ഓയിലൊക്കെ കുറച്ചധികം അവോയ്ഡ് ചെയ്യുക, അതാണ് ഫസ്റ്റത്തെ സ്റ്റെപ്പ്. പിന്നെ ഫിസിക്കലി എന്തെങ്കിലും ആക്ടിവിറ്റീസ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ ഉണ്ടല്ലോ നമ്മുടെ വീഡിയോസ് കാണുന്നവരുണ്ട്, അതിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്കും കോമെൻറ്റും ചെയ്യണേ. ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ടാറ്റാ, ബൈ ബൈ.